ഞാൻ ആലോചിക്കായിരുന്നു മോൻ എന്താ ഇത്ര വൈകുന്നതെന്ന്. ഞാൻ വൈകിയില്ലല്ലോ, കൊച്ചച്ഛൻ ഇവിടില്ലേ? പണി കഴിഞ്ഞ് വാസുവിനെ മേസ്ത്രിയും കൂട്ടി പുറത്തേക്ക് പോയി. അപ്പൊ ഒറ്റയ്ക്കല്ല സേവയ്ക്ക് ഇറങ്ങിയത്. എത്ര പറഞ്ഞാലും കേക്കില്ല, ഈ പണിക്കാരൻ കൂട്ടി പുറത്തു പോയി കുടിക്കരുതെന്ന്. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? കുറച്ചേരെ. അമ്മാവനും അമ്മാവിക്ക് എന്തുണ്ട് വിശേഷം? അവർക്ക് എന്ത് വിശേഷം? ഇട നാണം കേട്ടവനെ, കല്യാണ നിശ്ചയം കഴിഞ്ഞാലും നീ ഇവിടെ പുറകിൽ നിന്ന് മാറില്ലല്ലേ? കളിയാക്കാതെ ഏട്ടാ, ഒരു ഗ്ലാഡ് ന്യൂസ്. അത് ഹരിയേട്ടനോട് നേരിൽ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഏട്ടാ, സേതുവേട്ടന് +2 അധ്യാപകനായി ജോലി കിട്ടി. ആ കണ്ടല്ലോ, എന്റെ ലതക്കുട്ടിയെ നീ കെട്ടാൻ നിശ്ചയിച്ചേ ഉള്ളൂ, അപ്പോഴേക്ക് അവളുടെ ഐശ്വര്യം നിനക്ക് കിട്ടാൻ തുടങ്ങി. വേറെ ഒരു പാരലൽ കോളേജ് വാദ്യകാരായിരുന്നു നീ, ഇനി +2 അധ്യാപകൻ. അല്ലേലും എന്റെ മോള് ഭാഗ്യവതിയാ. എന്നാ ഞാൻ ഇറങ്ങാം. ഇപ്പൊ ചെന്ന ഒരു വണ്ടി കിട്ടും. വാ, ഞാൻ നിന്നെ റോഡിലോട്ട് വിടാം. വാടാ. ഹലോ. രമണി ചേച്ചി, ഇത് ഹരിയാണ്. സോറി ഹരി, ഡീഡി ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ച് ദിവസം കൂടെ ഹരി ക്ഷമിക്കണം. മോഹനേട്ടൻ അവിടെ എന്തോ ഒരു ഫിനാൻസ് പ്രോബ്ലം, ഹരിയെ പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞു. കഷ്ടമായല്ലോ. മോഹനേട്ടെ വിളിച്ച് എത്രയും വേഗം പണം എത്തിക്കാൻ പറയണം. ആ ശരി. എന്നാ എന്ത് ചെയ്യും? ആ സത്യവാന സാറാണെങ്കിൽ ചോദിച്ച എന്റെ പകുതി പണമേ തന്നുള്ളൂ. അപ്പൊ ബാക്കി കോൺക്രീറ്റിംഗ് എങ്ങനെ നടക്കും? പണം ഇങ്ങനെ എല്ലായിടത്തും ബ്ലോക്ക് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി തുക കൂടി നിർബന്ധമായിട്ട് അയാളോട് ചോദിക്കാം. അത് ശരിയല്ലല്ലോ. 10 ദിവസം കഴിയുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചല്ലേ? സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 500 രൂപ അഡ്വാൻസ് ആയി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഒന്ന് പോടോ, മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു അഡ്വാൻസ്. ഇപ്പൊ അഡ്വാൻസ് മാത്രം എത്രയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ സില്ലി മാറ്റം ശ്രദ്ധിക്കാറില്ല. ഹരി സാർ, പൈസ ഇന്ന് വരും, ഇന്ന് തന്നെ പോകും. സാർ എന്റെ വികാരം മനസ്സിലാക്കണം. തന്റെ ആരെങ്കിലും ചാവാൻ കിടക്കാണെന്ന് പറഞ്ഞാൽ പോലെ എന്റെ 5 പൈസ ഇല്ല. കൊച്ചച്ചൻ വാ, നമുക്ക് ഒരിടം വരെ പോവാം. കണ്ണി കൊണ്ട് പെണ്ണുങ്ങൾ കൂടെ അവർക്കൊരിടം വരെ പോവാം. ഇന്നും മല്ലികയോട് കടം പറയണം. സാരില്ല. വരാൻ പറയൂ. മിസ്റ്റർ ഹരിഹരൻപിള്ള, വാ വാ വാ, ഇരിക്കേ. സാർ, എനിക്ക് അവിചാരിതമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. നാളെ കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് തീരുമാനിക്കുകയും ചെയ്തു. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതിയതും ഫോൺ ചെയ്തതും. മിസ്റ്റർ ഹരിഹരൻപിള്ളയ്ക്ക് ഞാൻ കൃത്യമായി പണം തരില്ല എന്നൊരു തോന്നലുണ്ടോ? അയ്യോ സാർ, അങ്ങനൊന്നും ഇല്ല. അല്ല, എന്തെങ്കിലും അവിശ്വാസമുണ്ടോ? അങ്ങനെയൊന്നും ധരിക്കരുത്. നിങ്ങൾക്കറിയോ, ഈ വർക്കിന് വേണ്ടി എന്നെ എത്രയോ ആർക്കിടെക്ട്സും മേജർ കോൺട്രാക്ടേഴ്സും സമീപിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും ഈ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു. അതെനിക്കൊരു ഉപദ്രവമാവരുത്. നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട സംഖ്യ. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അടുത്ത പേയ്മെന്റ് അടുത്ത സ്റ്റേജ്. അതങ്ങനെ മതി സാർ, തീർച്ചയായും സാർ. താങ്ക് യു. യൂണിയൻകാരെ അന്വേഷിച്ചില്ലേ? 3-4 മൈൽ ചുറ്റുള്ളവർ അന്വേഷിച്ചു. ഈ പ്രദേശത്ത് അട്ടിമറിക്കാരേ ഉള്ളൂ. അവർക്ക് ലോഡ് കയറ്റാനോ ഇറക്കാനോ താല്പര്യം. പണി എങ്ങാനും തുടങ്ങിയാൽ ഉടനെ എത്തിക്കും. നോക്കൂലി എന്നും പറഞ്ഞിട്ട് ഇന്ന് കോൺക്രീറ്റിംഗ് നടന്നില്ലെങ്കിൽ എത്ര നഷ്ടം. നമ്മുടെ പണിക്കാരെ ആരെയും ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ ഹരി, പണി ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ സാർ. അതെ, തമിഴന്മാരാ പതിവ്. കാവേരി പ്രശ്നത്തിൽ അവരിന്നൊരു മിന്നൽ പണി മുടങ്ങി. ചാടി ഇറങ്ങണോ സാറേ? ചാടി ഇറങ്ങാത്തവരെ പണി കയറുന്നത്. എന്റെ വാസു, നീ എങ്ങനെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരണ പരിപാടി. ഞാൻ ആദ്യമേ പറഞ്ഞതാ, എനിക്ക് നടുവേദനയാണ്, ഒരിടത്ത് ഇരുന്നുള്ള പണിയെ എനിക്ക് സാധിക്കുമെന്ന്. അങ്ങനെ ഒരൊറ്റ പണിയേ ഉള്ളൂ, ഉണ്ണല്. അതല്ലാതെ വേറൊരു പണിയും കൂടെ ഉണ്ട്, സൂപ്പർവൈസർ പണി. ഈ വാസം എന്തൊരു തമാശ. തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞു. വേഗം പാടാ.
ഒന്ന് എളുപ്പം. ഏ കോൺട്രാക്ടർ, മിക്സിംഗിൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് കൃത്യമായി ചേർത്തിട്ടുണ്ടല്ലോ. ഇതൊന്നും വാട്ടർ പ്രദേശ് കോമ്പൗണ്ടാ? അത് വൈറസത്തിനുള്ളതല്ലേ? തന്നെ കളിയാക്കാണോ? മോളെ ഹരിക്ക് മനസ്സിലായി കാണില്ല. ഹരി ഇവളൊക്കെ പഠിച്ചിട്ടാ വന്നത്. കോൺക്രീറ്റിന് സിമെന്റ് മണ്ണും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 1:10. എന്താ പറഞ്ഞേ? 1:10ഓ? കുട്ടി, ഇതെന്റെ ആദ്യത്തെ വർക്കല്ല. 1-2 വീട് പണ്ട് കഴിഞ്ഞ കോൺട്രാക്ടർമാർ എഞ്ചിനീയർ ആവുന്ന നാടല്ലേ ഇത്? എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാർ തേരാപ്പാടെ നടക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്ന എന്റെ കഴിവ് ബോധ്യപ്പെട്ടിട്ട് തന്നെ. ഹരി ഇവൾ എന്റെ മോളായതുകൊണ്ട് പറയല്ല. എന്നാ സാറിന്റെ മകളായതുകൊണ്ട് തന്നെ പറയാണ്, ഈ കുട്ടി ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിട്ടുകൊടുത്താലോ ഡാഡി? നമുക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അലർജിയാ, അലർജി. ഡോ, ഡോ, ഡോ. ഇത് എന്ത് സിമെന്റാ? ചെട്ടിനാട്. ടേസ്റ്റ് നോക്കി പറയാൻ താന്റെ സാമ്പാറാണ് ഉണ്ടാക്കുന്നേ. അയാൾ എന്ത് രുചിച്ചു നോക്കി പറയുന്ന ആളാ? ഞാൻ ഈ പണി ചെയ്യേണ്ടവല്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പെരുന്തച്ച ഫാമിലിയാ. കേട്ടിരിക്കും, ആഞ്ഞിലിച്ചക്കേതിൽ വാസ്തവൻ ആചാര്യാണ് ഞാൻ. പെരുന്തച്ച ഫാമിലി. കണ്ടാ പെരിച്ചാഴി ഫാമിലി എന്ന് തോന്നുന്നു. നമ്മൾ ഒരേ ഫാമിലിയാണെന്ന് ആരും പറയില്ല. അതില്ല. അങ്ങോട്ട് മാറ്റി കുത്തറ. നീ എന്താ ആടുന്നത്? എന്റെ കാല് ഉറക്കണില്ല മേസ്തിരി. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് അവിടെ ഇരിക്കട്ടെ. എന്റെ കാല് ഞാൻ ഉറപ്പിക്കാതാ. നീ വിഷമിക്കണ്ട, നീ അവിടെ നിൽക്കി. എന്റെ പ്രതിഷ്ഠ ഉറപ്പിക്കുക. എത്ര ഉറപ്പിക്ക ആളാണ് ഞാൻ. ഇപ്പൊ കൊള്ളാം. ഇപ്പൊ ആടുന്നില്ല. ഇപ്പൊ ആടുന്നില്ല. നീ പോടാ. എടി മൈഥിലി, രണ്ടിനോട് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കളിക്കാനും ചിരിക്കാനും കൈയും കാലും കാണിക്കാനല്ല നമ്മളോട് വന്നിരിക്കുന്നത്. എടാ സുന്ദര, എന്ത് പണിയാടേ കാണിച്ചേ? മദ്യപിച്ചെന്റെ കാലുറക്കാണ്ട് വന്നപ്പോ മേസിന് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. അനങ്ങാൻ പറ്റൂല. അത് സെറ്റായി പോയി സാറേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ താഴെ കോൺക്രീറ്റ് വീഴുന്നടോ. ഓ ഇത് കുറെ നേരമായി ഞാൻ ആഞ്ഞിലത്തെക്കാതിൽ വാസ്തവനാശാരി പെരുന്തച്ച ഫാമിലിയാ. ഇവനൊക്കെ ആരോടാ ജോലിക്ക് കൊണ്ടുവന്നേ? മോളെ മോളെ മോളെ, അയ്യോ മോളും വീണു. അയ്യോ മോളെ മോളെ, നീ എവിടെയാ? നീ അമ്പടാ, നീ അതൊക്കെ ചെയ്തതല്ലേ? ആരാടാ ചാർജ് കൊടുത്തത്? പറയടാ. സത്യപാലം പറഞ്ഞാലേ ഇവിടെ. ഞാനാണോ സത്യപാലൻ? അയ്യോ, ഞാൻ വിചാരിച്ചു സിമെന്റ്. എനിക്കൊന്ന് കണ്ടൂടാ. ഇപ്പൊ കാണിച്ചത്. കാണാം കാണാം, ഇപ്പൊ കാണാം. ഇതൊന്നേ. അയ്യോ, മുക്കിക്കൊല്ലാൻ നോക്കുന്നുണ്ട് അരിപ്പാളി. ഈ വേഷത്തിൽ എങ്ങനെ അങ്ങോട്ട് പോകും? എന്ത് പറ്റി? എന്ത് പറ്റി സാർ? ഇത് തന്നെ പറ്റിയത്. തനിക്ക് എവിടെ നിന്ന് കിട്ടിയോട് ഈ പോഴന്മാരെ പണിക്ക്? സോറി സാർ, ഞാൻ ഇപ്പൊ ചോറിയാ? എന്ത് ചോറി? സാറേ, അതെ കൊച്ചച്ചാ, എവിടെ പോയി കിടക്കുന്നു?